ഹലോ, ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സാധാരണ കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ്. 12 ദിവസത്തെ അവധി കഴിഞ്ഞ് രാവിലെ എണീക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റാണ്ട് കിടന്നുറങ്ങുകയാണ് ഞാൻ. പിന്നെ അറ്റൻഡൻസ് മാത്രം ആലോചിച്ച് കഷ്ടപ്പെട്ട് എണീറ്റ് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് കിടന്ന് ഉറങ്ങി ഒരു 2 മിനിറ്റ്. പിന്നെ മനസ്സോടെ എണീറ്റ് പോയിട്ട് പല്ല് തേച്ചു. അത് മുഖ്യമാണല്ലോ. ഞാൻ പോയി പല്ല് തേച്ച് ഫ്രഷായി. ഞാൻ ഷർട്ടും പാൻറ്റൊക്കെ ഒന്ന് അയൺ ചെയ്തു. പിന്നെ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചു. ഇതൊക്കെ ശരിക്കും തലേന്ന് രാത്രി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാലും രാവിലത്തെ ആ തിരക്കിൽ ഇതൊക്കെ എടുത്ത് വെക്കുന്നത് ഒരു സുഖമാണ് ഗൈസ്. സുഖമല്ല, പ്രാന്ത്, അങ്ങനെ തന്നെ പറയാം. രാവിലെ തിരക്കിലാണ്. ബുക്ക് തപ്പാൻ പോകുന്നത് ഗൈസ്. ബുക്കൊക്കെ പൊടി പിടിച്ചു പോയി, ബാഗും ബുക്ക്. കാരണം 12 ദിവസമായാലും അതൊക്കെ തൊട്ടിട്ട്. അങ്ങനെ ബാഗൊക്കെ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി യൂണിഫോം ഒക്കെ ഇട്ടു. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലെ മെയിൻ താരമായിട്ടുള്ള നിക്കീനെ പോയി പുറത്താക്കി. ആൾ സൺ കിസൊക്കെ അടിച്ച് പുറത്ത് വരാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അങ്ങനെ ആളെ കൂട്ടിനെ പുറത്താക്കി. ഞാൻ താഴെ വന്ന് മുടി കെട്ടി, പിന്നെ കണ്ണെഴുതി, മോയ്സ്ചറൈസർ ഇട്ടു, അതൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ കോളേജിൽ പോവാണ്. അങ്ങനെ വൈകുന്നേരമായി ഞാൻ വീട്ടിലേ വരാണ്. കോളേജിൽ നിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി, ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു. പിന്നെ കുറേ സമയം ഫോൺ കളിച്ചിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞെടുത്ത വീഡിയോ ആണ്. എണ്ണ തേച്ച് കുളിച്ച മുടിയാണ് കഴിച്ചത്. പക്ഷെ എൻ്റെ മുടിയിൽ എണ്ണയൊന്നും കാണുന്നില്ല. ഒക്കെ എന്താ പറയുക, ചോർന്ന് പോയി തോന്നുന്നു. പിന്നെ ഒരുപാട് പനങ്കുല പോലത്തെ മുടിയുള്ളതിനെ കൊണ്ട് കുറേ ചീകാനുണ്ടായിരുന്നു. അതൊക്കെ ചീകി അവിടെ കെട്ടി വെച്ച് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് കുറച്ച് സമയം കൂടെ ഞാൻ ഫോണിൽ നോക്കിയിരുന്നു. അപ്പോഴാണ് ഹോംവർക്കുള്ള കാര്യം ആലോചിച്ചത്. ഫസ്റ്റ് ദിവസം തന്നെ ഹോംവർക്കായിരുന്നു. ഇംഗ്ലീഷൊന്നും നമ്മൾ തുറക്കണ പ്രശ്നമില്ല, എക്സാമിൻ്റെ തലേന്നാണ് ആ ടെക്സ്റ്റ് കൈകൊണ്ട് വിടുക. പക്ഷെ മാത്സ്, അത് ഹോംവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. BCA ഞാൻ എടുത്തത് തന്നെയായാലും മാത്സ് കുറവായിരിക്കും വിചാരിച്ചിട്ടാണ്. പക്ഷെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അങ്ങനെ ഞാൻ ഹോംവർക്ക് ചെയ്യാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വലിയ കാര്യത്തിൽ പെന്നും ബുക്കും കാൽക്കുലേറ്ററൊക്കെ എടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടത്, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് സമയം എടുത്ത് ഞാൻ ആ ഹോംവർക്കൊക്കെ ചെയ്യാണ്. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഞാനത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് അല്ല കേട്ടോ, ഇത് റൈറ്റ് ഹാൻഡ് തന്നെയാണ്. പക്ഷേ ക്യാമറ ഇൻവേർട്ടായിട്ട് ഇങ്ങനെ ആയതാണ്. അത് കുറച്ച് ബോറിങ് പോലെ ഉണ്ട്. എന്നാലും പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒരു പാഷൻ്റെ പുറത്താണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പാഷൻ്റെ പുറത്താണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ആൻഡ് എൻ്റെ കയ്യിൽ ഇപ്പം നല്ലൊരു എൻ്റെ ഫോണിൻ്റെ ക്യാമറ വെച്ചാൽ ഇത്ര ക്വാളിറ്റിയേ ഉള്ളൂ. അപ്പോൾ നല്ല ഫോണില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, മര്യാദയ്ക്ക് ആംഗിൾ വെച്ച് വീഡിയോ എടുക്കാൻ പോലും എനിക്കറിയില്ല. എന്നാലും ഞാൻ തുടങ്ങിയത് ആ ഒരൊറ്റ പാഷൻ്റെ പുറത്തും. പിന്നെ ഞാൻ എവിടെയോ വായിച്ചൊരു കോട്ട്, ജസ്റ്റ് സ്റ്റാർട്ട്, ബാക്കിയൊക്കെ പിന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ വരുന്നതൊക്കെ അവിടെ വെച്ച് കാണാം, അങ്ങനെ ഒരു ഇതിലും. അതേപോലെ ഈ വീഡിയോസൊക്കെ കുറച്ച് നേരം കഴിഞ്ഞാൽ എനിക്ക് തന്നെ എടുത്ത് കാണാമല്ലോ, അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയതാണ്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനാണ് മോട്ടിവേഷൻ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങുക. എന്താ പറയുക, ചാനൽ തുടങ്ങിയാൽ മാത്രം പോരാ, വീഡിയോസ് ഇടാം. ബേസിക്കായിട്ട് എഡിറ്റിംഗ് പഠിക്കുക. അതേപോലെ എഡിറ്റിംഗ് പഠിക്കൊന്നും വേണ്ട, നമ്മൾ എഡിറ്റിംഗ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ പറ്റുന്നവരൊക്കെ വീഡിയോസൊക്കെ ഒന്ന് മെർജ് ചെയ്യുക, ആഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറയുക, യൂട്യൂബിലിടുക. ഇത് നമുക്ക് തന്നെ ഒരു മെമ്മറി ആയിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് എടുത്ത് കാണാൻ പറ്റും. അതിനെക്കൊണ്ടും ആണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അത്ര ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഓരോ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഒക്കെ കണ്ടാൽ ഓവർ എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് നോർമലായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വീഡിയോസ് എടുക്കുക, അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക, അതേപോലെ യൂട്യൂബിലിടുക. ആൻഡ് അത് കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മെമ്മറി ആയിട്ട് കാണാം. പിന്നെ നമ്മളിടുന്ന വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുക, അവർ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ ഗൈസ്. എൻ്റെ മാത്സ് ഇപ്പോഴും ഒരു വഴിയില്ലാണ്ട് ഞാൻ അവിടെ ബുക്ക് മറച്ചിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ ചെയ്ത് ചെറുതായിട്ട് ChatGPT ഒക്കെ നോക്കി അങ്ങോട്ട് ചെയ്തു. ഫുള്ളായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആ മാത്സ് അങ്ങനെ അടച്ചു വെച്ചു. എന്താ ഇത്, മൊത്തം ലെഫ്റ്റ് ഹാൻഡ് പോലെ ഉണ്ട്, അറബി എഴുതുന്ന പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ നല്ലോണം തന്നെയാണ് എഴുതിയത്. പക്ഷേ ക്യാമറയെ എന്നെ ചതിച്ചു.
ഇപ്പം ഞാൻ പ്രോഗ്രാമാണ് എഴുതുന്നത്. സി പ്രോഗ്രാമിൻ്റെ നോട്ട് ആൽഗോരിതമൊക്കെയാണ് എഴുതുന്നത്. അതും കുറേ ഉണ്ടായിരുന്നു. പിന്നെന്താ, ഈ എഴുത്ത് തന്നെയായിരുന്നു കുറേ സമയം. പഠിക്കാൻ വിചാരിച്ചിരുന്നതാ, പക്ഷേ എഴുതി ഞാൻ ടൈം കളഞ്ഞു. എത്ര പേര് അങ്ങനെ ഉണ്ട്, വലിയ കാര്യത്തിൽ പഠിക്കാനൊക്കെ വേണ്ടി ബുക്കൊക്കെ എടുത്തിരിക്കും, പിന്നെ ഇരുന്ന് എഴുതും. പഠിപ്പ് അവിടെ നടക്കില്ല. പഠിക്കാമെങ്കിൽ എക്സാം വരണം. എക്സാമിൻ്റെ തലേന്ന് രാത്രി കുത്തിയിരുന്ന് പഠിക്കാൻ വയ്യാണ്ടിരുന്ന് കരയണം. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോയി എക്സാം എഴുതി പാസ്സാവും. അതാണ് നമ്മുടെ കഴിവ്. പിന്നെന്താ, നോട്ട് കംപ്ലീറ്റ് ആക്കി. ഞാൻ രാവിലെ സൂര്യനെ കാണിച്ചല്ലോ, അപ്പോൾ രാത്രി ചന്ദ്രനെ കാണിച്ചില്ലേ മൂപ്പർക്ക് വിഷമമായാലോ. എനിക്ക് മൂണ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് വണ്ടി പോകുമ്പോൾ എടുത്താണ്. എനിക്ക് മോൾക്ക് ഫുഡ് വാങ്ങാൻ പോയ സമയത്ത് അവിടെയുള്ള കിളിയൊക്കെയായിരുന്നു കേട്ടോ. കിളീൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ ഇതാ നമ്മുടെ മൂൺ. അങ്ങനെ രാത്രിയായി, ഞാൻ പോയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി.